ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇരുമ്പൻ പുളിയുടെ പുളി കുറച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഇതിനെ ഇലിമ്പിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലിമ്പിക്കയ്ക്ക് ഒരു വല്ലാത്ത പുളിയാണ്. അപ്പോൾ ഈ പുളി എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുറഞ്ഞു കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് പച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന എണ്ണയാണ്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. ഇനി ഇതിനകത്തോട്ട് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റൗ കൂട്ടി വെച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുത്താലും മതി. ഇനി അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഇലിമ്പിക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇരുമ്പൻപുളിയുടെ പുളി എങ്ങനെയാണ് ഇതിൽ കുറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇരുമ്പൻപുളി നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. നല്ല പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുളി അത്യാവശ്യം കുറച്ച് കുറഞ്ഞു വരുന്നതായിരിക്കും. അപ്പം കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കഴുകിയെടുക്കേണ്ടത്. അപ്പം അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ പുളി ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്നത്. അപ്പം നല്ലതുപോലെ മുളക് പൊടിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഇരുമ്പൻപുളിയിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ലതുപോലെ വെന്ത് വരുന്നതായിരിക്കും. വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കാനായിട്ട് വിനാഗിരി ചേർത്ത് കൊടുത്താൽ ഒത്തിരി ദിവസമൊക്കെ ചീത്തയാവാതൊക്കെ ഇരിക്കും. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ അധികം പുളി വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇവിടെ ഇളക്കി എടുക്കുന്നുണ്ട്. സ്റ്റൗ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ട് ഇരുമ്പൻപുളി പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ അച്ചാർ ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ അച്ചാർ നമുക്ക് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രം ഒരു ചില്ല് കുപ്പിയിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ എന്തിലെങ്കിലും നമ്മൾ മാറ്റി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ ഏത് അച്ചാർ തയ്യാറാക്കിയാലും തന്നെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കാൻ പാടുള്ളതല്ല. അച്ചാർ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നുപോലെ. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഇരുമ്പൻപുളിയുടെ പുളിയൊക്കെ കുറച്ചിട്ട് അച്ചാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.